മാലിപ്പുറം ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിച്ച് രാത്രി സേവനവും കിടത്തി ചികിത്സയും പുനരാരംഭിക്കുക, അവശ്യ മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എറണാകുളം DMOയ്ക്ക് ഭീമഹർജി നൽകുന്നതിനായി ഒപ്പുശേഖരണം ആരംഭിച്ചു. ഒപ്പുശേഖരണം സമരസംഘാടക സമിതി ചെയർമാനും മുൻ പഞ്ചായത്ത് അംഗവുമായ CG ബിജു ഉദ്ഘാടനം ചെയ്തു. മാലിപ്പുറം ആശുപത്രി ഇന്ന് അങ്ങേയറ്റം ശോചനീയമായ അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. മുൻപ് കിടത്തി ചികിത്സയുണ്ടായിരുന്ന മറ്റെല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ഈ ആശുപത്രി ഇന്ന് ഏറ്റവും നാശോന്മുഖമായിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഡോക്ടർമാരില്ലാത്തതിനാൽ ആശുപത്രി അടച്ചിടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ വിഷയത്തിലൊരു ഇടപെടൽ നടത്തിയതിനെ തുടർന്നിട്ടാണ് താൽക്കാലികമായിട്ട് ഒരു ഡോക്ടറെ നിയമിക്കാനായിട്ട് DMO തയ്യാറാവുകയും OP തുടരുകയും ചെയ്യുന്ന അവസ്ഥ വന്നിട്ടുള്ളത്. 6 ഡോക്ടർമാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 5 പേര് സ്ഥിര നിയമനവും ഒരു NRHM ഡോക്ടറും ഉൾപ്പെടെ 6 ഡോക്ടർമാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ 6 ഡോക്ടർമാരെ ഡ്യൂട്ടി അറേഞ്ച്മെന്റ് നടത്തിക്കൊണ്ട് രാത്രി ചികിത്സയും കിടത്തി ചികിത്സയും ലഭ്യമാക്കാനായിട്ട് സാധിക്കും. കാരണം നേരത്തെ അങ്ങനെയാണ് ഇവിടെ ചെയ്തിരുന്നത്. 4 പേര് OPയിലിരിക്കും, രാത്രി ഒരു ഡോക്ടർ നിൽക്കും. അവർക്ക് സ്വാഭാവികമായിട്ടും ഡേ ഓഫിനുള്ള ഒരാൾ മാറി നിൽക്കും. അങ്ങനെ കൃത്യമായിട്ടും 6 ഡോക്ടർമാരുണ്ടെങ്കിൽ ഡ്യൂട്ടി അറേഞ്ച്മെന്റിലൂടെ ഇവിടെ രാത്രി കിടത്തി ചികിത്സ നടത്താനായിട്ട് കഴിയും. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരു സേവനമായിരുന്നു അത്. ഇപ്പൊ കുറെ കാലമായിട്ട് ഇതെല്ലാം നിന്നു. നമുക്കറിയാം, ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാരില്ല, സർക്കാരിന്റെ തികഞ്ഞ അനാസ്ഥ ഈ വിഷയത്തിൽ തുടരുന്നു, മരുന്നില്ല. ഈ രീതിയിൽ വളരെ മോശപ്പെട്ട ഒരു ചിത്രമാണ് ആരോഗ്യ മേഖലയെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ആസൂത്രിതമായിട്ട് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആതുരാരോഗ്യ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ആശുപത്രികളെ, പാവപ്പെട്ട ജനങ്ങൾ അവരുടെ ഏക ആശ്രയ കേന്ദ്രമായിട്ടുള്ള സർക്കാർ ആശുപത്രികളെ നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രോഗികളെ കിടത്തി ചികിത്സിച്ചിരുന്ന ആശുപത്രി ഇപ്പോൾ തെരുവു നായ്ക്കളുടെ സ്ഥിരം താവളമായി മാറിയിരിക്കുകയാണ്. 5 സ്ഥിരം ഡോക്ടർമാരും ഒരു NRHM ഡോക്ടറും ഉണ്ടായിരുന്ന ആശുപത്രിയിൽ 3 പേർ ലീവായതോടെ കഴിഞ്ഞ മാസം 23 മുതലാണ് വൈകുന്നേരത്തെ OP നിർത്തലാക്കിയത്. കഴിഞ്ഞ ഞായറാഴ്ച ഡോക്ടർമാരില്ലാതെ ആശുപത്രി അടച്ചിടുകയും ചെയ്തു. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളും കൂലിവേലക്കാരും ആശ്രയിക്കുന്ന മാലിപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രം ഇപ്പോൾ ശോചനീയാവസ്ഥയിലാണ്. ഡോക്ടർമാരെ നിയമിച്ച് രാത്രി സേവനവും കിടത്തി ചികിത്സയും പുനരാരംഭിക്കണമെന്നാണ് സമരസംഘാടക സമിതിയുടെ പ്രധാന ആവശ്യം. നമുക്കറിയാം, ഇന്നൊരു സ്വകാര്യ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പാവപ്പെട്ടവൻ എങ്ങനെ കഴിയും? ഇപ്പൊ ഈ മാലിപ്പുറം ഹോസ്പിറ്റലിൽ തന്നെ ഒരു തീരമേഖലയാണിത്. ഇവിടെ മത്സ്യത്തൊഴിലാളികളും കൂലിവേലക്കാരും തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണിത്. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏക ആശ്രയമായിട്ടുള്ള ഈ ആശുപത്രിയെയാണ് ഇപ്പോ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ അങ്ങേയറ്റം അനാസ്ഥ കാണിച്ചുകൊണ്ട്, ഇതിനെ സംരക്ഷിക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും അനാസ്ഥ കാണിച്ചുകൊണ്ട് നശിപ്പിക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആളുകളാണ് ഒരു ആക്സിഡന്റ് വരാൻ നേരത്തെ രാത്രി അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കാൻ നേരത്ത് ഓടി ആശുപത്രിയിൽ എത്തുകയും മരുന്നില്ലാതെ ഡോക്ടർമാരില്ലാതെ തിരിച്ച് മടങ്ങുകയും ചെയ്യുന്ന എത്രയോ അനുഭവങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ സർക്കാർ അടിയന്തരമായിട്ട് നടപടിയെടുക്കണം. ഈ ആശുപത്രിയിൽ ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരെ നിയമിക്കണം. രാത്രി സമയത്തും ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തണം. കിടത്തി ചികിത്സ പുനരാരംഭിക്കണം. അത് സാധ്യമാകുന്നത് വരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭമായിട്ട് പോകാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് തുടക്കമിട്ടുകൊണ്ടിട്ടാണ് ഇന്ന് DMOയ്ക്ക് 5000 പേരിട്ട ഒരു ഭീമഹർജി നൽകുന്നതിന് തുടക്കം കുറിച്ചുകൊണ്ടിട്ടുള്ള ഒപ്പുശേഖരണം ആരംഭിച്ചിരിക്കുന്നത്. DMOയുടെ ശ്രദ്ധയ്ക്കായി 5000 പേർ ഒപ്പിട്ട ഭീമഹർജി സമർപ്പിക്കാൻ ഒരുങ്ങിയാണ് സമരസംഘാടക സമിതി കൺവീനർ ജാക്സൺ M. മൈക്കിൾ, KG ജോൺഫി, KR റെൻസൺ, KA ജോസി, NB മിഥുൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.